ഇസ്കോൺ സൗത്ത് വൃന്ദാവനിൽ നടന്ന സമ്മർ ക്യാമ്പിൽ ഫൈനൽ ദിവസത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. നല്ല സൂപ്പറാണ്. ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് വരുമ്പോൾ നല്ല സൂപ്പറാണ്. കുറച്ച് ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു കളർ ചെയ്യാൻ, പിന്നെ ഗെയിംസ് ഉണ്ടായിരുന്നു. സൂപ്പറായിട്ടുണ്ട്. ഇവിടെ നല്ല രസമാണ്. താങ്ക് യു. നല്ല ക്യാമ്പായിരുന്നു. ഞങ്ങൾക്ക് ഈ അമ്പലത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ മന്ത്രങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. ഈ ക്യാമ്പ് നല്ലൊരു ക്യാമ്പായിരുന്നു. ഇതേപോലെ കഴിഞ്ഞ കൊല്ലമൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ ഞാൻ പങ്കെടുത്തിരുന്നു. നല്ലൊരു ക്യാമ്പായിരുന്നു. ഇനി എപ്പോഴും നല്ലൊരു ക്യാമ്പാണെന്ന് പ്രാർത്ഥന. വളരെ ഇഷ്ടം. ഹരേ കൃഷ്ണ. ഇത് സൗത്ത് വൃന്ദാവൻ ടെമ്പിളിലുള്ള ഇവിടുത്തെ സമ്മർ ക്യാമ്പാണ്. ഇവിടുത്തെ മാതാജിമാരൊക്കെ നന്നായി പഠിപ്പിക്കും. നല്ല പ്രസാദമാണ്. കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. കുറേ കഥകളൊക്കെ പറഞ്ഞു തരും. നല്ല ഗെയിംസൊക്കെ കളിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. എല്ലാ വർഷവും സമ്മർ വെക്കേഷൻ ഈ ഒരു ക്യാമ്പ് ഉണ്ടാവും. പങ്കെടുക്കാത്തവരൊക്കെ വരിക. ഫ്ലേവറാണ്. കുറച്ച് ഒരു ക്ലാസ്സിലേക്ക് എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യാട്ടോ. എത്ര ടൈപ്പ് പഠിച്ചു? 3 ടൈപ്പ് പഠിച്ചു. എല്ലാവരുടെ My name is Pradyum from Coimbatore. I am studying 6th standard and I learned many things in summer camp like Bhagavad Gita slokas, chanting and making kirtan, and we made fireless cooking there. We learned bhajans and kirtans. Thank you. വെക്കേഷനിൽ നമ്മൾ വീട്ടിൽ ഒന്നും ചെയ്യാതെ അവിടെ ഇരിക്കും. ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടാവും. എൻ്റെ പേര് ദേവേഷ്. ഞാൻ എടക്കൽത്തൂരിനാണ്. ഈ അമ്പലത്തിലൊരു സമ്മർ ക്യാമ്പുണ്ട്. ആ ക്യാമ്പിൽ നമ്മൾ ഗീത പഠിക്കും, അതിൻ്റെ അർത്ഥം പഠിക്കും. നമ്മൾ പെയിൻറ്റിങ് ചെയ്യും, എന്നിട്ട് നമ്മൾ ഡ്രോയിങ് ചെയ്യും, ക്രാഫ്റ്റ് വർക്ക് ചെയ്യും. കൃഷ്ണൻ ഇതോ ഭഗവാൻ കൃഷ്ണൻ എന്താ പറയണ? അർജുനന്റെ അടുത്ത് എന്താ പറയണ? ഓർക്കനെ പറ. ചിറ്റിലപ്പള്ളി മീനാക്ഷിൻ്റെ പേര്. ഹരികൃഷ്ണ ക്യാമ്പ് ഭയങ്കര അത്യാവശ്യം നല്ല ക്യാമ്പായിരുന്നു. ഇനിയും വിൻ്റർ ക്യാമ്പ് അങ്ങനെ പല ക്യാമ്പുകളുണ്ടാവും. എല്ലാവരും വരണം. കുറേ പഠിക്കാം, കളിക്കാം, കുറേ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും. നല്ല ക്യാമ്പായിരുന്നു. എന്തൊക്കെ പഠിപ്പിച്ചു? ഗീതാ ശ്ലോകങ്ങൾ പഠിച്ചു, പിന്നെ ഭജന അങ്ങനെ. ഹരേ കൃഷ്ണ. എൻ്റെ പേര് ഗൗരി. ഞാൻ പാറന്നൂരിൽ നിന്നാണ് വരുന്നത്. ഈ ഒരു ക്യാമ്പ് വളരെ നല്ല ക്യാമ്പായിരുന്നു. ഈ ഒരു ക്യാമ്പ് ഭയങ്കര സന്തോഷകരമായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, കുക്കിങ്, പിന്നെ കുറേ ശ്ലോകങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. നല്ലൊരു ക്യാമ്പായിരുന്നു. ഇനിയും ഈ ക്യാമ്പിലേക്ക് വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ശ്രീരാമനും സീതയും അനുജൻ ലക്ഷ്മണൻ 14 വർഷം വനവാസത്തിൽ കാട്ടിലേക്ക് പോയി. രാമനും ലക്ഷ്മണൻ സീതയെ അന്വേഷിച്ച് അവിടേക്ക് സീതയെ ചേച്ചി ഇപ്രകാരം വിളിച്ച് അവർ 2 പേരും കാട്ടിൽ മുഴുവൻ നേസിച്ചു. ശിവനെ കബളിപ്പിച്ചോ? ഓ, അങ്ങനെയാണോ? ഹരേ കൃഷ്ണ. ഞാൻ ദേവനന്ദ. എൻ്റെ വീട്
പെരുവല്ലൂരാണ്. പിന്നെ ഞാൻ ഈ ക്യാമ്പിൽ വന്നിട്ട് എനിക്ക് നല്ല സ്കിൽസ് പഠിക്കാൻ പറ്റി. കുക്കിംഗ് സ്കിൽസ് ആയാലും പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് ആയാലും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു അവർ. പിന്നെ എല്ലാ സർവീസും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പിന്നെ നല്ല സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റി, നല്ല പേഴ്സണാലിറ്റി സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ അത്ര തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എൻ്റെ പേര് ദേവപ്രഭ. ഞാൻ ഇരിങ്ങാലക്കുട നിന്ന് വരണേ. ഇവിടെ ക്യാമ്പിൽ വെച്ചിട്ട് കുറേ വാല്യൂസൊക്കെ പഠിക്കാൻ പറ്റി. പിന്നെ കുറേ സേവകളൊക്കെ ചെയ്യാൻ പറ്റി. അടിപൊളിയായിരുന്നു. ഹരേ കൃഷ്ണ. എൻ്റെ പേര് ജഗന്നാഥ്. ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ്. പിന്നെ ഇവിടെ സമ്മർ ക്യാമ്പിന് വേണ്ടി വന്നതാണ്. ഇവിടെ നല്ല ഇതാണ്, നല്ല രസമുള്ള സമ്മർ ക്യാമ്പാണ്. മെയിനായിട്ട് പേഴ്സണാലിറ്റി ഗോളിനെ കുറിച്ചാണ് ഞങ്ങൾ പഠിച്ചത്. എന്താണ് കൃഷ്ണഭക്തി എന്ന് എല്ലാവരും പഠിച്ചു. അത്ര തന്നെ. ഹരേ കൃഷ്ണ. വൃന്ദാവനമാകുന്ന രണ്ട് സ്ഥാനത്ത് ദിവ്യമായ ചിന്താമണി കല്ലുകളും രത്നങ്ങളാൽ നിർമ്മിതമായ മന്ദിരങ്ങളുമുണ്ട്. കാളിന്തിയുടെ ഓളങ്ങളിൽ അരയണങ്ങൾ നീട്ടുന്നു. അവിടെ സ്വർണ്ണവർണ്ണമാർന്ന ഒരു താമര വിരിഞ്ഞു നിൽക്കുന്നു. കുട്ടികളെ കുറ്റം പറയും. ആദ്യം ഈ വഴി കാണിച്ചു കൊടുക്കേണ്ടത് ആരാണ്? അച്ഛനമ്മമാരാണ്. നിങ്ങൾ പറയുന്നു ഭഗവത്ഗീത വായിക്കാനും ഭാഗവതം പഠിക്കാനോ ജപിക്കാനോ ഒന്നും എനിക്ക് സമയമില്ല. വല്ലാത്ത ഒരു സമയത്തിൽ കൂടിയാണ് ഈ കാലഘട്ടത്തിലെ കുട്ടികൾ കടന്നു പോകുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കുട്ടികൾക്കല്ല സമ്മർ ക്യാമ്പ് കൊടുക്കേണ്ടത്. സമ്മർ ക്യാമ്പ് കൊടുക്കേണ്ട ആർക്കാണ്? പേരൻസിനാണ്. അവർക്കാണ് കുറച്ച് ചിന്ത പ്രശ്നമുള്ളത്. ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ച് ആ കുട്ടിക്ക് സംഭവിച്ചതാണ്, പക്ഷേ എൻ്റെ കുട്ടിക്ക് സംഭവിക്കുകയില്ല എന്ന് നമ്മൾ പലപ്പോഴും കരുതും. ഇത് സംഭവിച്ച് കഴിയുന്നിടം വരെ നമ്മൾ ഉറങ്ങിക്കൊണ്ടേയിരിക്കും, ഉണരുകയില്ല. വീട്ടില് ഇത് സംഭവിച്ച് കഴിയുമ്പോൾ സമയം പലപ്പോഴും വൈകിപ്പോയി. പുറത്തേക്ക് നോക്കുക, ചുറ്റുപാട് നോക്കുക. ചില കുട്ടികൾ ലഹരിക്ക് അടിമയാകുന്നു, ചില കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. വളരെ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇതേമാതിരിയൊക്കെയുള്ള ഡയറക്ഷനിലേക്ക് പോകുന്നു. നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം, എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ വരികയില്ല.